ബൂമറാങ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. രാഹുൽ ഗാന്ധിയെ ആക്രമിക്കാൻ ബി ജെ പി നടത്തുന്ന വെടികളെല്ലാം സ്വന്തം നെഞ്ചിൽ തന്നെ തിരിച്ചു കൊള്ളുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോഴിതാ ബി ജെ പിയെ അങ്കലാപ്പിലാക്കിയ ഹൈഡ്രജൻ ബോംബ് ആരോപണത്തിന് മറുപടിയായി ബി ജെ പി ഐ ടി സെൽ അധ്യക്ഷൻ അമിത് മാളവിയുടെ ആരോപണവും ചുവരിലെറിഞ്ഞ റബ്ബർ പന്ത് പോലെ ബി ജെ പിക്ക് തന്നെ തിരിച്ചടിച്ചു. ഇതൊക്കെ തന്നെയല്ലേ ഞങ്ങളും പറയുന്നത് എന്നായിരുന്നു മാളവിക്ക് കോൺഗ്രസ് നേതാവ് പവൻ ഖേരയുടെ മറുപടി. ഒറ്റ മറുപടിയിലൂടെ ബി ജെ പിയുടെ വായ ഇക്കാര്യത്തിൽ തുന്നിക്കെട്ടുകയും ചെയ്തു. മുൻപ് അനുരാഗ് ഠാക്കൂറും സമാനമായ ഒരു ആരോപണം കൊണ്ടുവന്നപ്പോൾ അതും നനഞ്ഞ പടക്കമായി മാറി. അങ്ങനെ സലീം കുമാറിന്റെ സിനിമാ ഡയലോഗ് പോലെ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ എന്ന ഗതിയിലായി ബി ജെ പി നേതാക്കൾ. സംഭവം രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഇരട്ട വോട്ട് ആരോപണം തന്നെ കോൺഗ്രസിലേക്ക് തിരിച്ചുവിടാനായിരുന്നു മാളവിയുടെ അതിബുദ്ധി. അദ്ദേഹം കണ്ടുപിടിച്ചത് കോൺഗ്രസ് ദേശീയ വക്താവ് പവൻ ഖേരയ്ക്ക് 2 തിരിച്ചറിയൽ കാർഡുണ്ട് എന്നും 2 വോട്ടുണ്ട് എന്നുമായിരുന്നു. ജാംഗ്പുര, ന്യൂഡൽഹി എന്നീ 2 നിയമസഭാ മണ്ഡലങ്ങളിലായി പവൻ ഖേരയ്ക്ക് വോട്ടുണ്ട് എന്നും 2 തിരിച്ചറിയൽ കാർഡുണ്ട് എന്നും മാളവ്യ എക്സിൽ കുറിച്ചു. ഇതിന്റെ വിശദാംശങ്ങൾ സഹിതമായിരുന്നു മാളവ്യ തന്റെ കണ്ടുപിടുത്തങ്ങൾ അവതരിപ്പിച്ചത്. മാളവിയുടെ ട്വീറ്റ് ഇങ്ങനെയായിരുന്നു: വോട്ട് കവർച്ചയെന്ന് രാഹുൽ ഗാന്ധി പുറപ്പുറത്ത് കയറി കൂവി വിളിച്ചു. ഇപ്പോഴിതാ ഗാന്ധിമാരുമായി അടുത്ത ബന്ധം പുലർത്താനുള്ള ഒരു സന്ദർഭവും പാഴാക്കാത്ത ഖേരയ്ക്കാണ് 2 വോട്ടർ തിരിച്ചറിയൽ കാർഡുള്ളത്. കോൺഗ്രസ് ആണ് വോട്ട് കൊള്ളയിൽ മികച്ചത് എന്നുകൂടി പറഞ്ഞ് ആക്രമണം കടുപ്പിക്കുകയായിരുന്നു മാളവ്യ. വോട്ട് കൊള്ള ആരോപിക്കുന്ന കോൺഗ്രസ് ആണ് യഥാർത്ഥ വോട്ട് മോഷ്ടാക്കളെന്ന് ബി ജെ പിയും കുറ്റപ്പെടുത്തി. പക്ഷേ പറഞ്ഞിട്ടെന്ത് കാര്യം? വച്ചവെടി സ്വന്തം നെഞ്ചുംകൂട്ടിൽ വന്ന് തറച്ചു. ഇത് തന്നെയല്ലേ കോൺഗ്രസ് പാർട്ടി പറയുന്നത് എന്ന മറു ചോദ്യത്തിലൂടെ പവൻ ഖേര ബി ജെ പിയുടെയും മാളവ്യയുടെയും വാ മൂടിക്കെട്ടി. പവൻ ഖേരയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഇതുതന്നെയാണ് കോൺഗ്രസ് പാർട്ടി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഈ ചോദ്യമാണ് ഞങ്ങൾ ഉയർത്തുന്നതും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൈവശവും ബി ജെ പിയുടെ കൈവശവുമുള്ള ഈ പട്ടിക ഞങ്ങൾക്ക് തന്നാൽ മുഴുവൻ കള്ളത്തരവും പൊളിച്ചു തരാം. പക്ഷേ അത് അവർ തരുന്നില്ലല്ലോ എന്നാണ് ഖേരയുടെ വാക്കുകൾ. ന്യൂഡൽഹി മണ്ഡലത്തിൽ എന്റെ പേരിൽ വോട്ട് ചെയ്തത് ആരാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കണമെന്നും തനിക്ക് CCTV ദൃശ്യങ്ങൾ വേണമെന്നുകൂടി പവൻ ഖേര ആവശ്യപ്പെട്ടു. 2016 ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്ന് മാറിയ തന്റെ പേര് എങ്ങനെ അവിടെ തുടരുമെന്നാണ് ഖേരയുടെ ചോദ്യം. ഇങ്ങനെ ഓരോ മണ്ഡലങ്ങളിലും 100ഉം 1000ഉം ആളുകൾക്ക് ഇരട്ട വോട്ടുണ്ട്, അവയെല്ലാം ദുരുപയോഗം ചെയ്യപ്പെടുന്നുമുണ്ട് എന്നുകൂടി മുൻ നിലപാട് ആവർത്തിച്ച് പവൻ ഖേര വ്യക്തമാക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വോട്ട് കവർച്ച ആരോപണവും തുടർന്നുള്ള ഹൈഡ്രജൻ ബോംബ് ഭീഷണിയും രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചയായി തുടരുന്നിടെയാണ് പവൻ ഖേരയുടെ ഇരട്ട തിരിച്ചറിയൽ കാർഡുമായി ബി ജെ പി എത്തിയത്. രാഹുലിന്റെ ഹൈഡ്രജൻ ബോംബിനെ നിർവീര്യമാക്കുകയായിരുന്നു ലക്ഷ്യം. രാഹുലിന്റെ ഹൈഡ്രജൻ ബോംബ് പരാമർശം ചെറുതായൊന്നുമല്ല ബി ജെ പിയെ ഭയപ്പെടുത്തുന്നത് എന്ന് ഇക്കാര്യത്തിൽ നിന്ന് മനസ്സിലാകും. കാരണം ഒന്നുമില്ലാതെ അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് രാഹുൽ ഒരു ഉണ്ടയില്ല വെടി പൊട്ടിക്കില്ല എന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം. പിന്നെ മറ്റൊരു കാര്യം, കഴിഞ്ഞ മാസം രാഹുൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ബി ജെ പി ക്യാമ്പിൽ പടർന്ന തീ ഇതുവരെ അണഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. അന്നത്തെ ഒറ്റ വാർത്താ സമ്മേളനത്തോടെ ബി ജെ പിക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടായത്. ഇനിയുള്ള ഹൈഡ്രജൻ ബോംബ് കൂടി പൊട്ടിയാൽ മോദിക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമെന്നാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനെല്ലാം രാഹുലിന് മറുപടി എന്ന നിലയ്ക്കായിരുന്നു മാളവിയുടെ ബോംബ്. ബോംബെന്ന് പറഞ്ഞ് പൊട്ടിച്ചുവെങ്കിലും പക്ഷേ അതൊരു പട്ടാസായി പോയി എന്നതാണ് ബി ജെ പി ക്യാമ്പിനെ സങ്കടത്തിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം രവിശങ്കർ പ്രസാദിനെ വെച്ചും മറ്റൊരു തരത്തിൽ മറുപടി കൊടുക്കാൻ ബി ജെ പി ശ്രമിച്ചിരുന്നതും ചീറ്റിപ്പോയി. മറുപടി എന്ന് പറഞ്ഞു വന്നിട്ട് രാഹുലിനെ പരിഹസിക്കാൻ മാത്രമായിരുന്നു രവിശങ്കർ പ്രസാദ് തന്റെ വാർത്താ സമ്മേളനം മുഴുവൻ വിനിയോഗിച്ചത്. രാഹുലിന് ചരിത്രമുണ്ടോ എന്നൊക്കെയായിരുന്നു ചോദ്യം. രാഹുലിനോളം ചരിത്രവും പാരമ്പര്യവും ഇന്ത്യൻ ചരിത്രത്തിലുള്ള ഒരെണ്ണം പോലും ബി ജെ പി നിരയിൽ ഇല്ല എന്ന വസ്തുത മനസ്സിലാക്കിയാണോ രവിശങ്കർ പ്രസാദ് വാർത്താ സമ്മേളനം നടത്തിയത് എന്ന സംശയം ഉയരുന്നത് സ്വാഭാവികം മാത്രം. പരിഹസിക്കാനല്ലാതെ വസ്തുതകൾ നിരത്തി മറുപടി പറയാൻ ബി ജെ പിക്ക് അറിയില്ല എന്നതും മറ്റൊരു വസ്തുത. കഴിഞ്ഞ ദിവസം ബീഹാറിൽ നടന്ന വോട്ടർ അധികാര യാത്രയുടെ സമാപനത്തിലായിരുന്നു ബി ജെ പി ക്യാമ്പിനെ അങ്കലാപ്പിലാക്കിയ രാഹുലിന്റെ പ്രസ്താവന. ബി ജെ പിക്കാർ കരുതിയിരുന്നുള്ളൂ, ഒരു ഹൈഡ്രജൻ ബോംബ് വരാനുണ്ട്, അതുകൂടി വന്നു കഴിഞ്ഞാൽ മോദിക്ക് പുറത്തിറങ്ങി നടക്കാനാകാത്ത അവസ്ഥ വരും. അന്ന് പൊട്ടിച്ചത് ഒരു ആറ്റം ബോംബാണ് എങ്കിൽ ഇനി പൊട്ടാൻ പോകുന്നത് ഹൈഡ്രജൻ ബോംബായിരിക്കുമെന്നായിരുന്നു രാഹുൽ പറഞ്ഞത്. ഇതോടെ ബി ജെ പി ക്യാമ്പിൽ അസ്വസ്ഥത പുകയാൻ തുടങ്ങി.
ഇനി എന്താണ് രാഹുൽ പൊട്ടിക്കാൻ പോകുന്ന ഹൈഡ്രജൻ ബോംബെന്ന് BJPക്കൊപ്പം ഇന്ത്യൻ രാഷ്ട്രീയവും ഉറ്റുനോക്കുകയാണ്. എപ്പോഴായിരിക്കും രാഹുൽ ബോംബ് പൊട്ടിക്കുക എന്ന ആകാംക്ഷയിലാണ് ഇന്ത്യൻ രാഷ്ട്രീയം. ഇതോർത്തുള്ള അങ്കലാപ്പിലാണ് BJP ക്യാമ്പും. എന്തായാലും ഇനിയിപ്പോ ആ ബോംബ് BJPയെ ഏത് തരത്തിലാണ് പൊള്ളലേൽപ്പിക്കുക എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. BJP ക്യാമ്പ് അതുകൊണ്ട് തന്നെ ഭയപ്പാടിലുമാണ്.